അങ്ങയുടെ ബാല്യകാല സുഹൃത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയുടെ ചക്രവർത്തി എന്നൊക്കെയല്ലേ പറയുന്നത്. ഒന്ന് ചെന്നിട്ട് കണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഭഗവാന്റെ കയ്യിൽ നിന്ന് സഹായം മേടിച്ചിട്ട് വന്നൂടെ. ഉടനെ കുചേലൻ ഓർത്തു, അതെങ്ങനെ ഒരു സുഹൃത്ത് ബന്ധമാണ്? സുഹൃത്തിനെ കണ്ടിട്ട് പൈസ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഭാഗവതത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഫ്രണ്ട്ഷിപ്പിനെ 3 4 തരംതിരിക്കുന്നു. ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ഫ്രണ്ട്ഷിപ്പിൽ 4 കാറ്റഗറി ഉണ്ട്. എന്തൊക്കെയാണ്? ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ആരാണ് ബന്ധു? ബന്ധു എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൽ കാണുകയും നമ്മളുടെ അടുത്ത് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് നമ്മൾ അവരുടെ മുഖത്തിലിരുന്ന് അപ്പുറത്ത് നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്നും മായുന്ന ഒരു ബന്ധമാണ് വെറും ബന്ധം. കല്യാണ വേദിയിലൊക്കെ കാണുന്ന പോലെ, ആ ചേട്ടാ എങ്ങനെയുണ്ട്, സുഖമാണോ, കണ്ടു കുറെ ദിവസമായല്ലോ, അയ്യോ മെലിഞ്ഞല്ലോ, വണ്ണം വെച്ചല്ലോ, പിന്നെ നമ്മുടെ മനസ്സിലും അവരില്ല, അവരുടെ മനസ്സിലും നമ്മളില്ല, അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് ബന്ധു. ബന്ധുജനങ്ങൾ വെറും ജന്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒന്നുമില്ല. നമുക്ക് വേണ്ടി അവർ വേറെ ഒന്നും ചെയ്യത്തില്ല. അത് ഫസ്റ്റ് കാറ്റഗറി ഫ്രണ്ട്ഷിപ്പ്, ബന്ധു. എത്ര പേർക്ക് ബന്ധുക്കളുണ്ട്? എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് അടുത്ത ഫ്രണ്ട്ഷിപ്പ്, അടുത്ത സ്റ്റെപ്പ് ഏതാണ്? മിത്ര, നമ്മുടെ അഭ്യുദയകാംക്ഷി. മനസ്സുകൊണ്ട് ഞാൻ നന്നായി ജീവിക്കണം, നന്നായിരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവൻ മിത്രൻ. വിശ്വാമിത്ര, ആ മഹർഷിയുടെ പഴയ പേരെന്താണ്? വിശ്വാമിത്രൻ രാജാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽസിന്റെ മുണ്ടും ഷർട്ടും തരുന്നു. വിശ്വാമിത്രന്റെ പഴയ പേരെന്താണ്? ഗൂഗിളിൽ തത്വമാണ്. ഗൂഗിളിൽ കിട്ടിയ കൗശിക്. കൗശിക് ആരുടെയോ സൗണ്ടൊക്കെ. കൗശിക രാജാവ്. അദ്ദേഹം സ്വാർത്ഥനായിരുന്നു. എല്ലാം എൻ്റെ കയ്യിൽ വേണം, എൻ്റെ കയ്യിൽ വേണം. വസിഷ്ഠരെടുത്ത് ചെന്നപ്പോൾ ഒരു കാമധേനു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ അടുത്ത് ചെന്ന് എന്ത് ചോദിച്ചാലും കിട്ടും. ഉടനെ വിശ്വാമിത്ര രാജാവിന് തോന്നി ആ പശു കൂടെ എൻ്റെതായിരിക്കണം, എല്ലാം എനിക്ക് വേണം, എനിക്ക് വേണം, എൻ്റെത്, എൻ്റെ കയ്യിൽ അതുപോലെ ഒന്ന് വേണം. അവിടെ ഇരുന്ന രാജാവ് ലോകത്തിന് എല്ലാവർക്കും നന്മയുണ്ടാവണം, എല്ലാവർക്കും നല്ല അനുഗ്രഹം കിട്ടണം എന്ന് മാനസികമായി വിശാല ഹൃദയനായി മാറിയപ്പോഴാണ് അദ്ദേഹത്തിന് വിശ്വാമിത്രൻ എന്ന പേര്. മിത്രൻ എന്ന് പറഞ്ഞാൽ തോളോട് തോൾ ചേർന്ന് അവൻ, നീ ഒന്നും വിഷമിക്കില്ല, നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും അറിയിച്ചാൽ മതി, ഞാൻ വാതിൽ കൂട്ടിക്കൊണ്ട് നേരത്തെ വീട് വിട്ടു പോവാം, കൂടെ കാണും, തോളോട് തോൾ ചേർന്ന് നിൽക്കും, നിന്റെ എല്ലാ സുഖദുഃഖത്തിലും ഞാൻ കൂടെ കാണും. മനസ്സുകൊണ്ട് നമ്മൾ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് മിത്രൻ. എത്ര പേർക്ക് മിത്രനുണ്ട്? ഒന്ന്. ആര്? അമ്മയുടെ പേരൊന്നും പറയണ്ട, അമ്മ എല്ലാവരുടെയും മിത്രമാണ്. അമ്മ, അച്ഛൻ അവരെയൊക്കെ വിട്ടിട്ട് പറയും മിത്രങ്ങളുണ്ടോ? ഒരാൾ പതുക്കെ കൈ വരും. ഉണ്ടോ? എത്ര പേർക്ക് മിത്രമുണ്ട്? 1 2 കുറച്ച് പേരേ ഉള്ളൂ. എത്ര പേർക്ക് ഉറപ്പാണ് എനിക്ക് അങ്ങനെ ഒരു മിത്രൻ ലൈഫിലില്ല? മൂന്നാമത്തെ കാറ്റഗറി. ആദ്യം എന്താണ്? ബന്ധു, പിന്നെ മിത്ര, അതിൻ്റെ അടുത്തത് സഖാ. ഇത് കമ്മ്യൂണിസ്റ്റുകാർ ആ വാക്ക് മോഷ്ടിച്ചിട്ട് പോയി, സഖാവ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗീതയിൽ കൃഷ്ണ ഭഗവാൻ ഉപയോഗിച്ച വാക്കാണ് ഭക്തോത്സിമേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. അർജുന, ഭക്തന്മാരിൽ വെച്ച് നീ എന്റെ സഖാവാണ്. സന്തത സഹചാരി, കൂട്ട്. ചില ഫ്രണ്ട്സ് ഉണ്ടാകും, മനസ്സുകൊണ്ട് നമ്മൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കും. എന്റെ ജീവിതത്തിന്റെ എല്ലാത്തിനും സാക്ഷ്യം വെച്ച്, കൊച്ചുകാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലതൊക്കെ കണ്ടാലേ പിരിക്കാൻ പറ്റില്ല, കൈ പിടിച്ച് ഓർമ്മകൊണ്ട് നടക്കും. ബാത്റൂമിൽ പോയാൽ 2 ഒരുമിച്ച് പോകും, 2 മുറുക്കാൻ കടയും, മിഠായി വയ്ക്കാം, എവിടെ പോയാലും കൂടെ. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടില്ലേ? സഖാവ്. തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ.
അർജുനൻ യുദ്ധത്തിന് പോയിരിക്കാം, മരണം വേണമെങ്കിലും അവിടെ സംഭവിക്കും. അർജുനൻ യുദ്ധത്തിൽ ജയിക്കാം, പരാജയപ്പെടാം, എന്തും ചെയ്യാം. കൂട്ടത്തിൽ ആര് പോയി? അർജുനന്റെ കൂടെ ആര് പോയി? കൃഷ്ണ ഭഗവാൻ എന്ന് ദിവസക്കൂലിയ. 18 ദിവസം യുദ്ധം ചെയ്ത ഒരു ദിവസം 1000 രൂപ വെച്ച് കൂലി കിട്ടും കൃഷ്ണൻ. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തതിന് കൃഷ്ണന് എന്താണ് കിട്ടിയത്? ചീത്തപ്പേര് മാത്രം. യുദ്ധത്തിൽ വറ്റിച്ചു, കള്ളത്തരം ചെയ്തു, ചതിച്ചു, രഥത്തിനെ താഴ്ത്തി, രഥത്തിനെ ഉയർത്തി, സുദർശന ചക്രത്തിനെ മറച്ചു. ചീത്തപ്പേര് മാത്രമേ കിട്ടിയുള്ളൂ. ഭഗവാൻ ഒന്നും കിട്ടിയില്ല. ആർക്ക് വേണ്ടി പോയി ഭഗവാൻ? അർജുൻ. എല്ലാത്തിനും കൂടെ തോളോട് തോൾ ചേർന്ന് ഞാൻ കൂടെ നിൽക്കും. നിന്റെ ഗുണത്തിനും ദോഷത്തിനും ഞാൻ എപ്പോഴും കാണും. നിന്റെ ജീവിതത്തിനെ എന്റെ ജീവിതം പോലെ ഞാൻ കാണും. അതാണ് സഖാവ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരല്ല. അങ്ങനത്തെ സഖാവ് എത്ര പേരുണ്ട് നമുക്ക്? ആരാ? എന്തുണ്ടാവും? ഇപ്പൊ ഫോൺ വിളിച്ചൊരു 5000 രൂപ കടന്നു ചോദിച്ചാൽ തരുമോ? ഉറപ്പ്? വെച്ച് നോക്കാം. വളരെ വിരളം സഖാവ്. അതും കഴിഞ്ഞ് അടുത്തതാരാണ്? ബന്ധു, മിത്ര, സഖ. 4th സ്റ്റേജ് എന്താണ്? സുഹൃത്ത്. ഒരു ഹൃദയത്തിനെ പങ്കുവച്ചവർ, ഒരു ഗർഭത്തിനെ പങ്കുവച്ചവർ, സഹോദരൻ സഹോദരി, ഒരു ഉദരത്തിനെ പങ്കുവച്ചവർ. സുഹൃത്ത്. ഒരു ഹൃദയത്തിനെ പങ്കുവച്ചവർ. അവരുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു, എന്റെ ഹൃദയത്തിൽ ആ വ്യക്തി വസിക്കുന്നു. ഒരു മെഴുകുതിരി പോലെ അദ്ദേഹം സ്വയം ജീവിതം നശിപ്പിച്ച് ഇല്ലാതാക്കിയെങ്കിലും എന്നെ ജീവിക്കാൻ വെക്കും, എന്റെ ജീവിതത്തിനെ രക്ഷിക്കും. അതാണ് സുഹൃത്ത്. മെഴുകുതിരി കണ്ടിട്ടില്ലേ? വിളക്ക് കണ്ടിട്ടില്ലേ? ചന്ദനം കണ്ടിട്ടില്ലേ? ഒരച്ചു വരച്ചു വരച്ച് ഈ ചന്ദനം തേഞ്ഞ് മാങ്ങി ഇല്ലാണ്ടാകും. മെഴുകുതിരി കത്തി തീർന്നു പോകും. വിളക്കിൽ എണ്ണ ഇല്ലാതാകും. പക്ഷെ ലോകത്തിന് പ്രകാശം തരും. അവനവന്റെ ജീവിതം നശിച്ചാലും ശരി, എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതാണ് സുഹൃത്ത്. ഒരു ഹൃദയത്തിനെ പങ്കുവെച്ചവർ. അങ്ങനത്തെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ആണോ? ആരാത്? ഇപ്പൊ എന്തായി? ഇപ്പോ ആണ് ഭാഗ്യവാൻ. എനിക്കാരുമില്ല. അപ്പോ ബന്ധു, മിത്ര, സഖ. പക്ഷേ ഈ എല്ലാ കാറ്റഗറിയിലും അർജുനന്റെ കൂടെ ആരുണ്ടായിരുന്നു? കൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭക്തോസിമേ സഖാ ചേത്തി. അർജുന, ഭക്തന്മാരിൽ വെച്ച് നീ എന്റെ സഖാവാണ്. പിന്നെ സുഹൃതം സർവഭൂതാനാം. എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്ത് ഞാനാണ്. അവരുടെ ഹൃദയത്തിൽ വസിക്കും. അങ്ങനെ 4 ലെവൽ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ സുദാമ, കുചേലൻ വിചാരിച്ചു, ഫ്രണ്ടിന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ട് പോകുന്നത് അത്യാവശ്യം. ഇതൊന്നും ഇംഗ്ലീഷിൽ വിശദീകരിക്കാൻ പറ്റില്ല. ബന്ധുവിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? കസിനോ, റിലേഷൻ, റിലേറ്റീവ്സ്. ഓക്കെ. മിത്ര, ഫ്രണ്ട്. സഖ ഇംഗ്ലീഷിൽ സഖ തന്നെയാണോ? ശരി. സുഹൃത്ത്. ഇതൊക്കെ സംസ്കൃതം നമ്മുടെ ഭാഷകളിൽ മാത്രമേ വിവരിക്കാൻ പറ്റൂ. ചിലതൊന്നും ഇംഗ്ലീഷിൽ വിവരിക്കാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷിന് പരിമിതിയുണ്ട്. ഇംഗ്ലീഷിന്റെ എല്ലാ ഫ്രണ്ട് തന്നെ. അപ്പൊ ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. അപ്പൊ കുചേലൻ വിചാരിച്ചു, പഴയ സുഹൃത്തായ കൃഷ്ണനെ ചെന്ന് കണ്ടിട്ട് പൈസ ചോദിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ചെന്ന് കാണുക, പഴയ സ്നേഹം പങ്കുവെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, കെട്ടി പുണര ആലിംഗനം ചെയ്യാം. പൈസ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോ ഭാര്യ പറഞ്ഞു, ദ്വാരകാധീശൻ, ദ്വാരകാധീശൻ എന്ന ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ ലക്ഷ്മിപതി. ക്ലാസ് നിർത്തണം. ഒരുപാട് സമയമായി. എത്രയും പെട്ടെന്ന് ക്ലാസ് നിർത്താൻ. അപ്പോ കുചേലന് പോയി പൈസ ചോദിക്കാൻ താല്പര്യമില്ല. പക്ഷേ പത്നി പറയുമ്പോൾ കുചേലൻ മനസ്സുകൊണ്ട്, അതാ ആദ്യമായി കുചേല പത്നി കുചേലന്റെ അടുത്ത് അന്നാണ് തർക്കിക്കുന്നത്. ശരി, നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ സഹിക്കും. ഈ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ കിടക്കുകയല്ലേ, ഭഗവാന്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്?
ലോകപരിപാലകൻ, ഈ പ്രപഞ്ചത്തിന്റെ നായകൻ, സർവത്ര ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഈശ്വരനല്ലേ, അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യും, നിങ്ങൾ ഒന്ന് ചെന്നാ മതി എന്ന് തർക്കിച്ചു. കുചേലനും ആ തർക്കത്തിൽ അവസാനം വിചാരിച്ചു, ശരി, ഇതിനെ ഒരു അവസരമായി ഉപയോഗിച്ച് കൃഷ്ണ ഭഗവാനെ ഒന്ന് നേരിട്ട് പോയി കാണാം, എൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഒന്ന് നേരിട്ട് ചെന്ന് കാണാം എന്ന് വിചാരിച്ച് കുചേലനും യാത്ര തിരിച്ചു. ഹരേ കൃഷ്ണ. കുചേലൻ ഇതൊരു അവസരമായി ഉപയോഗിച്ചു. ഭഗവാനെ കാണാൻ ഒരു അവസരം. അതായത് ഉയർന്ന നിർമ്മല ഹൃദയമുള്ള ആചാര്യഗണങ്ങൾ, ഭക്തജനങ്ങള്, ക്ഷേത്രങ്ങള്, ഗുരുവര്യന്മാർ, പുണ്യതീർത്ഥങ്ങള്, ഇവിടെയൊക്കെ പോകാൻ ഒരു മനുഷ്യന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും പാഴാക്കരുത്, ചെല്ലണം എന്നാണ്. കാരണം നിർമ്മല ഹൃദയമുള്ള സാധുക്കളെയൊക്കെ കാണുന്നത് കലികാലത്തിൽ വളരെ വളരെ വിരളമാണ്. അങ്ങനെ വിരളിൽ എണ്ണാവുന്ന ചില ആൾക്കാർ മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. അനേകം ഭക്തരും അനേകം ആത്മീകവാദികളൊക്കെ ഉണ്ടെങ്കിലും 100% സ്വാർത്ഥത ഇല്ലാത്തവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ലൈഫിൽ 1-2 അങ്ങനെ ചിലരെ മാത്രം, വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അവരെല്ലാം ഗംഗാനദിയുടെ തീരത്തിലും ഹിമാലയൻ താഴ്വരകളിലും അധികം പുറം ലോകം കാണാത്ത രീതിയിൽ ഒളിച്ചൊക്കെ ജീവിക്കുന്നവരാണ്. അവർക്ക് പരസ്യം ഇഷ്ടമല്ല, ആൾക്കൂട്ടം ഇഷ്ടമല്ല, ഒരുപാട് ആൾക്കാർ അവരെ സ്തുതിക്കുന്നത് ഇഷ്ടമല്ല. അവരെയൊക്കെ ആരെങ്കിലും സ്തുതിച്ചു കഴിഞ്ഞാൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവർ രഹസ്യമായി ഹൃദയത്തിനകത്ത് ആത്മീകത, ഈശ്വരത്യാഗം ചെയ്ത് അത് മാത്രം ആസ്വദിച്ച് കഴിയുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നതും വലിയ ഭാഗ്യമാണ്. അവരെ വന്ദിതന്മാർ എന്നാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാം കാണുമ്പോൾ ശിരസ് കുനിഞ്ഞ് അവരുടെ പാദത്തിൽ തൊട്ട് നമ്മൾ വന്ദിക്കണം. കാരണം അവരുടെ കൃപ കൊണ്ട് ആ സ്വഭാവത്തിൽ അല്പമെങ്കിലും നമുക്കുണ്ടാകട്ടെ. കാരണം കലികാലത്തിൽ നമ്മളെല്ലാം ഒരു കണക്കിൽ വേഷധാരികൾ മാത്രമാണ്. വേഷം കൊണ്ട് ആത്മീകവും വേഷം കൊണ്ട് ഭക്തിയും പരിശീലിക്കുന്നവരാണ്, ഹൃദയം കൊണ്ടല്ല. അത് കുറഞ്ഞുപോയി എന്നാ പറയുന്നു. അപ്പോ ഭഗവാനെ കാണാൻ ഒരു അവസരം, ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളൊക്കെ, ദ്വാരക, ബദ്രികാശ്രമം, ഒറീസയിലെ ജഗന്നാഥപുരി, രംഗനാഥസ്വാമി ക്ഷേത്രം, രാമേശ്വരം, തിരുപ്പതി, ഇങ്ങനെയൊക്കെ മഹാക്ഷേത്രങ്ങൾ, പിന്നെ ധാമം, മായാപൂർ, വൃന്ദാവനം, നവദ്വീപ്, ഇതുപോലെ ധാമങ്ങൾ, അയോധ്യ, ഇതൊക്കെ കാണാൻ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മനുഷ്യർ പാഴാക്കരുത്. സന്തുക്കളെ, മഹാസാധുക്കളെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ അത് പാഴാക്കരുത്. പിന്നെ ഭാഗവതം വായിക്കാനും കേൾക്കാനും പഠിക്കാനും ഒരു അവസരം കിട്ടിയാൽ പാഴാക്കരുത്. അപ്പൊ കൃഷ്ണ ഭഗവാനെ കാണാൻ ഒരു അവസരം കുചേലന് കിട്ടി. ശരി, എന്നാൽ അങ്ങനെ എന്ന് പറഞ്ഞ് പോകാൻ തയ്യാറായി കുചേലൻ. അപ്പൊ പത്നിയെടുത്ത് ചോദിച്ചു, എത്രയോ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നത്, വെറും കൈയും വീശി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ സ്ത്രീ ഓടിച്ചെന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു 4 വീട്ടിൽ ചെന്ന് 4 കൈപ്പിടി അവലും കൊണ്ടുവന്നു. അവല് അതും കൂടെ എടുത്ത് ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ്, ഒരു ചെറിയ കിഴി, 4 കൈപ്പിടി അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഡുയുടെ വലുപ്പം പോലും വരത്തില്ല. അതെല്ലാം കൂടെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അരയിൽ വെച്ചിട്ട് കുചേലൻ, ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ദ്വാരകാപുരിക്കും സുധാമപുരി, സുധാമയുടെ നാട്ടിലേക്ക് 100 കിലോമീറ്റർ കുചേലൻ നടന്നു തുടങ്ങി. പോകുന്ന വഴിയെല്ലാം ഇവരുടെ ബാല്യകാലം, ഇവർ രണ്ടുപേരും 64 ദിവസം ഒരുമിച്ച് ഗുരുകുലത്തിൽ, സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഉജ്ജയിനിൽ പഠിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ മൊത്തം സ്കൂളിൽ പോയത് വെറും 64 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞില്ല നമ്മളൊന്നും. 12 വർഷം സ്കൂളിൽ പോയി, പിന്നെ 2-3 കൊല്ലം കോളേജിൽ പോയി, കുറേ വർഷം വേസ്റ്റായി.
കൃഷ്ണ ഭഗവാൻ മൊത്തം സ്കൂളിൽ പോയത് എത്ര ദിവസമാണ്? 64. പ്രഭു എത്ര ദിവസം സ്കൂളിൽ പോയി? കുറേ വർഷം പോയി. 64 ദിവസമാണ്. അത് 3 വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ, ബലരാമൻ, സുദാമ, 3 പേര്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ മഹാകാലേശ്വർ കേട്ടിട്ടുണ്ടാവും. ഉജ്ജയിനിലാണ് ഇവരുടെ ആശ്രമം. അവിടെയാണ് ഇന്നും ഉജ്ജയിൻ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ പോയാൽ നന്ദി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ക്ഷേത്രം. സാധാരണ ഭൂമിയിൽ നന്ദി എഴുന്നേറ്റ് നിൽക്കുന്ന ശിവക്ഷേത്രങ്ങൾ കാണുന്നത് വിരളമാണ്. കാരണം എല്ലാ സ്ഥലത്തും നന്ദി വിശാലമായ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാകും. ഉജ്ജയിൻ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ മാത്രമാണ് നന്ദി എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. കാരണം അവിടെ സാന്ദീപനി മഹർഷിയാണ് ഗുരു. സാന്ദീപനി മഹർഷിയുടെ 3 ശിഷ്യന്മാരാ, കൃഷ്ണനും ബലരാമനും കുചേലനും. അപ്പൊ ഗുരു അവിടെ ഇരിക്കുന്നു, സാന്ദീപനി മഹർഷി ഇരിക്കുന്നു. ഈ 3 വിദ്യാർത്ഥികളും നിന്നാണ് വിദ്യ പഠിക്കുന്നത്. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ തലതിരിഞ്ഞു പോയി. സ്കൂളിൽ വിദ്യാർത്ഥികൾ കസേരയിൽ ഇരിക്കും, അധ്യാപകർ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. വിദ്യ ഒരിക്കലും അങ്ങനെ അഭ്യസിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ സ്കൂളിലും ടീച്ചേഴ്സ് നിന്നല്ലേ പഠിപ്പിക്കുന്നു. ഇവിടെ ടീച്ചർമാരാരെങ്കിലും ഉണ്ടോ? ടീച്ചർമാർ ഒരാളും ഇല്ല. കസേര തരാറുണ്ടോ? ഇല്ല. അവര് നിന്ന് പഠിപ്പിക്കും, കുട്ടികൾ ഇരുന്ന് പഠിക്കും. പക്ഷേ സാന്ദീപനി മഹർഷി പഠിപ്പിക്കുമ്പോൾ സാന്ദീപനി മഹർഷി ഇരുന്ന് പഠിപ്പിക്കുകയും 3 വിദ്യാർത്ഥികളും നിന്നു. അപ്പൊ സാന്ദീപനി മഹർഷി വിദ്യ തുടങ്ങുന്നതിന് മുമ്പേ ആ ക്ഷേത്രത്തിന്റെ അധിപനായ നായകനായ ഉജ്ജയിൻ മഹാകാലേശ്വരനെ മനസ്സിൽ, മഹാദേവനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു. അവിടെ മഹാദേവൻ പ്രത്യക്ഷമായി. അപ്പൊ മഹാദേവന് ഒരു സംശയം, ഇരിക്കണോ നിൽക്കണോ? തൻ്റെ ഭക്തനായ സാന്ദീപനി മഹർഷി അവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പരമാത്മാവായ കൃഷ്ണൻ നിന്ന് വിദ്യ അഭ്യസിക്കുന്നത് കൊണ്ട് മഹാദേവന് ഒരു സംശയം, ഇരിക്കണോ നിൽക്കണോ? ഇങ്ങനെ മനസ്സിലൊരു ചിന്ത. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ നന്ദി എന്ത് ചെയ്തു? അങ്ങ് ഇരുന്നു. ഉടനെ മഹാദേവൻ പറഞ്ഞു നന്ദിയെ എഴുന്നേറ്റ് നിൽക്കാൻ. അപ്പൊ ഉജ്ജയിൻ മഹാകാലേശ്വർ ഒരേ ഒരു ക്ഷേത്രമാണ് പ്രപഞ്ചത്തിലുള്ളത്. അവിടെ നന്ദി നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് 64 ദിവസം വിദ്യ പഠിച്ചത്. അപ്പൊ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയം പോയിട്ട് ബാക്കി സമയമെല്ലാം കുചേലനും കൃഷ്ണ ഭഗവാനും 64 ദിവസം കൊണ്ട് അവർ ആത്മബന്ധം, അത്ര ഒരു അടുപ്പമുള്ള ബന്ധമായി കഴിഞ്ഞു. ഒരുമിച്ചേ വനത്തിൽ പോകൂ, പഴങ്ങളും പൂക്കളും പറിക്കാൻ ഒരുമിച്ചേ പോകൂ. ഗുരുമാതാവ് അവർക്ക് ഭക്ഷണം പൊതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുമിച്ചേ കഴിക്കൂ. അങ്ങനെയൊക്കെ ഉള്ള ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു. ഇതെല്ലാം കുചേലൻ ഓർത്ത് ദ്വാരകയിലേക്ക് നടക്കാൻ തുടങ്ങി. 100 കിലോമീറ്റർ കുചേലൻ നടന്നതേ അറിഞ്ഞില്ല. പോകുന്ന വഴിയെല്ലാം കുചേലൻ ഓർത്തു, കൃഷ്ണൻ എന്നെ സ്വീകരിക്കോ? ഭഗവാന് പഴയതെല്ലാം ഓർമ്മയുണ്ടാവോ? ഇനി എന്നെ മറന്നു കാണോ? അല്ല, ഇത്ര വർഷം കഴിഞ്ഞ് വെറും പണം യാചിച്ചിവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ പുറന്തള്ളുവോ? എന്നെ സ്വീകരിക്കുവോ എന്ന് പേടിച്ച് കൃഷ്ണനെ ചിന്തിച്ച് കുചേലൻ നടന്ന് ദ്വാരകയെത്തി നോക്കിയപ്പോൾ രാജകീയമായ കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും നവരത്നങ്ങൾ പതിച്ച തൂണുകളും സർവ ഐശ്വര്യവും നിറഞ്ഞ ഒരു നഗരം. മാത്രമല്ല കാവൽക്കാരന്മാർ. ഇവരെല്ലാം കണ്ടപ്പോൾ കുചേലൻ ഒന്ന് ഭയന്നു. ഇപ്പോ നമ്മൾ ഒരു മന്ത്രിയെ കാണാൻ പോവാണെന്ന് വെച്ചോ. വീട്ടുമുറ്റത്ത് ആ മന്ത്രി കസേര ഇട്ടിരിക്കുന്നു. ഒരു മുണ്ട് മാത്രം കൊടുത്ത് ഒരു തോർത്തും തോളിലിട്ടിട്ട് നമ്മളെ കണ്ട ഉടനെ സ്വീകരിച്ച് കസേരയിലിരുത്തി സംസാരിക്കുന്നു. അതും ഒരു സ്വീകരണം. നമ്മളും മനസ്സുകൊണ്ട് സാധാരണക്കാരായിട്ട് അകത്തു പോകും. ഇനിയൊരു മന്ത്രിയെ കാണാൻ പോകുന്നു. ഗേറ്റിൽ 4 പോലീസ് ജീപ്പ്, 5-8 പോലീസുകാരന്മാർ തോക്കും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അകത്ത് പോയാൽ 2 വശത്തും കമാൻഡോസ് എല്ലാം തോക്കും പിടിച്ച് അങ്ങനെ നിൽക്കും. അവിടെ ഫസ്റ്റ് ചെക്കിങ്, സെക്കൻഡ് ചെക്കിങ്, 3ാമത്തെ ചെക്കിങ്. അങ്ങനെ ഒരു മന്ത്രിയെ കാണാൻ പോകുന്നു. നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരു ഭയമുണ്ടാകും.
ശ്രീകൃഷ്ണ ഭഗവാനെ കുചേലൻ കാണാൻ പോയി. എവിടെ നോക്കിയാലും വലിയ വലിയ മാളികകളും മന്ദിരങ്ങളും. ഇത് കാണുന്തോറും കുചേലൻ മനസ്സുകൊണ്ട് ചെറുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അയ്യോ, ഞാൻ സർവേശ്വരനെ കാണാൻ പോകുന്നു, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ കാണാൻ പോകുന്നു. 14 ലോകമണ്ട ചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവി ദേവഗണങ്ങളുടെയും അധിപനായ നായകനെ ഇങ്ങനെ ചിന്തിച്ച് കുചേലൻ എന്തായിക്കൊണ്ടിരിക്കുക? മനസ്സുകൊണ്ട് ചെറിയ ഒരാളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഭഗവാന്റെ കൊട്ടാരത്തിൽ കാവൽക്കാരന്മാർ കുചേലനെ തടഞ്ഞു. ആരാ? എങ്ങോട്ടാ? അപ്പൊ കുചേലന്റെ ശരീരം മറയ്ക്കാൻ തുടങ്ങി. ശബ്ദം പുറത്തു വരുന്നില്ല. ഭയം കൊണ്ടും മര്യാദ കൊണ്ടും വിനയം കൊണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ കൃഷ്ണന്റെ ഒരു ബാല്യകാല സുഹൃത്താണ്, ദരിദ്ര ബ്രാഹ്മണന. സുധാമ എന്ന പേര് അകലെ ഒരു ഗ്രാമത്തിലിരുന്നാ വരുന്നേ. കൃഷ്ണന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോ കാവൽക്കാരന്മാരൊന്ന് നോക്കി. ദരിദ്രൻ, ഒരു ക്ഷീണിച്ച ബ്രാഹ്മണൻ. കണ്ടാൽ തന്നെ അറിയാം ദിവസങ്ങളോളം പട്ടിണി കിടന്ന ഒരാളാ. പക്ഷേ കണ്ണുകളെ നോക്കിയപ്പോൾ കാന്തം പോലെ ജ്വലിക്കുന്നു. കാമക്രോധാദികൾ ഇല്ലാത്തവരുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തേജസ്വി. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഒരു മോയ്സ്ചർ, ഒരു ഈരം ഉണ്ടാവും. വെള്ളം പോലെ ഇരിക്കും കുട്ടികളുടെ കണ്ണ്. അവരെ മനസ്സിൽ കാമക്രോധാദികൾ, കാമക്രോധ മോഹ ലോഭ മതം മാത്സര്യം ഇതൊന്നും ജനിച്ചിട്ടില്ല. അവർ ചിരിക്കും, കരയും, അടുത്ത മിനിറ്റ് കിടന്ന് ഉറങ്ങും, കഴിക്കും, കളിക്കും. മനസ്സിൽ ഒന്നും സൂക്ഷിക്കില്ല. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അവരുടെ കണ്ണുകൾ അതുകൊണ്ട് കാന്തശക്തിയാണ്. ഒരു 13-14 വയസ്സ് കഴിയുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബൾബ് പോലെ പ്രകാശമായി ഇങ്ങനെ ജ്വലിച്ചിരിക്കും. 13-14 വയസ്സ് കഴിയുമ്പോൾ കാമക്രോധാദികളെല്ലാം ഉള്ളിലായി. ആ ഉരുണ്ട മുഖം പെട്ടിയും ട്രയാങ്കിളും ഒക്കെ ആയി ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലായി. ആ കാന്തശക്തി ലൈറ്റ് എല്ലാം കാണാണ്ടായി. അങ്ങനത്തെ ഒരു കണ്ണുകൾ കുചേലന്റെ. കാവൽക്കാരന്മാർ അകത്ത് ചെന്ന് പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡനായക ഭഗവാനെ, അങ്ങേ കാണാൻ ഒരു ദരിദ്രൻ, ഒരു ബ്രാഹ്മണൻ വന്നിരിക്കുന്നു. അങ്ങയുടെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയുന്നു. ഉടനെ കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന്റെ നാമം, പേരെന്താണ്? സുധാമ എന്ന് പറയും. സുധാമ എന്ന വാക്ക് കേട്ടപാട് തന്നെ ഭഗവാൻ താൻ ഇരിക്കുന്ന സിംഹാസനത്തിലിരുന്ന് എണീറ്റ്, അംഗവസ്ത്രം ധരിച്ചില്ല, കിരീടമില്ല, മുത്തുമാലകളൊന്നുമില്ല, ആഭരണഭൂഷണം ആഭരണം ഇതൊന്നുമില്ലാതെ ഭഗവാൻ 2 കൈയും ഉയർത്തിക്കൊണ്ട് രാജ്യകവാടത്തിനെ നോക്കി, കുചേല സുധാമ, എന്നെ കാണാൻ എന്താ ഇത്ര വൈകിയത്? 2 കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യകവാടം നോക്കി ഓടി വരികയാണ്. ഓടി വന്ന് കുചേലന്റെ കയ്യും പിടിച്ച് വലിച്ച് മാറോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു, രുക്മിണി, ഞാൻ പറയാറില്ലേ എന്റെ ബാല്യകാല സുഹൃത്ത് സുധാമ, അത് ഇതാണ്. ഇദ്ദേഹമാണ് തനിക്ക് കിട്ടുന്ന പഴങ്ങൾ കഴിക്കാതെ എനിക്ക് മാറ്റി വെച്ച് തരുന്നത്. ഞാൻ ഗുരുകുലത്തിൽ പഠിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വനത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലേ, ആ സുധാമ ഇതാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് നദിയിൽ കുളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സുധാമ ഇദ്ദേഹമാണ് എന്ന് 1000 നാവുള്ളതുപോലെ സന്തോഷം കൊണ്ട് ഭഗവാൻ കുചേലനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് സദ്യ തരും. സദ്യ എങ്ങനെ ഉണ്ട്? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് 2-3 വട്ടം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സദ്യ ഇഷ്ടപ്പെട്ടു. സിനിമയ്ക്ക് പോയില്ലേ, സിനിമ എങ്ങനെയാണ്? കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായി എന്നർത്ഥം. സദ്യ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായി, അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടം കൂടുന്തോറും നമ്മൾ അതിനെ സ്തുതിക്കുന്നത് കൂടും. ഭഗവാൻ 1000 നാവുള്ള അനന്തനെ പോലെ കുചേലനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു, സത്യഭാമ, ഞാൻ എപ്പോഴും പറയാറില്ല എന്റെ സുഹൃത്ത് സുധാമ, അത് ഇതാണ്. രുക്മിണി എല്ലാവരെയും വിളിച്ച് പരിചയപ്പെടുത്തി, പത്നികളെ വിളിച്ച്, മന്ത്രിമാരെ വിളിച്ച് പരിചയപ്പെടുത്തി, കൈ വിടാതെ കൃഷ്ണ ഭഗവാൻ കുചേലനെ അകത്തു വരെ കൊണ്ടുപോയി തന്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഒരു സാധാരണ മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് പോലെ ദാസന്മാരെ വിളിച്ചു, ദാസിമാരെ വിളിച്ചു, പാത്രം കൊണ്ടുവരൂ, പാല് കൊണ്ടുവരൂ, പന്നീരും തേനും നെയ്യുമെല്ലാം കൊണ്ടുവരൂ, പാദം കഴുകണം, അഭിഷേകം ചെയ്യണം, അത് വേണം, ഇത് വേണം എന്ന് പെട്ടെന്ന് ആൾക്കാരെ നാനാ ദിശയിലും ഭഗവാൻ ഓട്ടിച്ചുവിട്ട് എല്ലാവരും ഓടി വന്നു.
കുചേലനെ ഭഗവാൻ ഒരു പാത്രത്തിൽ പാദവും വെച്ച് കുചേലന്റെ പാദവും കഴുകി ലക്ഷ്മി ദേവി ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ പാദമെല്ലാം പന്നീര് കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടെല്ലാം കഴുകി അവസാനം പാദം ഉടച്ച് കുചേലൻ പ്രതീക്ഷിക്കാതെ ഒരു നേരം ഭഗവാൻ എന്ത് ചെയ്തു, ആ 2 പാദവും എടുത്ത് തന്റെ മാറിൽ വെച്ചു. അതും കൂടെ ആയപ്പോ കുചേലന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കണ്ണിലിരുന്ന് ധാരധാരയായി ചൂട് കണ്ണീര് ചൊരിയാൻ തുടങ്ങി. കുചേലന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ എന്നെ മറന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു, എന്നെ ഇത്രയും ഓർത്തു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ ഓർത്തില്ല. പാദമെടുത്ത് തന്റെ ഹൃദയത്തിൽ വെച്ചു. അവസാനം ഭഗവാൻ കുചേലന്റെ പാദം അമർത്തി കൊടുക്കാൻ തുടങ്ങി. ഭഗവാൻ അപ്പോൾ ചോദിച്ചു, കുചേല, നീ ഓർക്കുന്നുണ്ടോ നമ്മൾ കുട്ടിക്കാലത്തിൽ വനങ്ങളിൽ പഴങ്ങളും പൂക്കളും പറിക്കാൻ പോയത്? കുചേല, നമ്മൾ ഒരുമിച്ച് നദിയിൽ സ്നാനം ചെയ്തത്? കുചേല, ഒരു തണുത്ത രാത്രി നിന്റെ കമ്പളി പുതപ്പിൽ ഞാനും കയറി കിടന്നത്? ഇങ്ങനെ പഴയതെല്ലാം പറയുന്നു. കുചേലന് ഒരു അക്ഷരം സംസാരിക്കാൻ പറ്റുന്നില്ല. ശരീരം വിറച്ച് കരയുന്നത് മാത്രമേ കുചേലൻ ചെയ്യുന്നുള്ളൂ. അതും കഴിഞ്ഞ് വന്ന ക്ഷീണം കുചേലനൊന്ന് മയങ്ങി. പെട്ടെന്ന് രാത്രി ഒന്ന് ഞെട്ടി ഉണർന്നപ്പോൾ കുചേലൻ കണ്ടു, കൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്ന് പാദം അമർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുചേലൻ തീരുമാനിച്ചു, ഇനി ഒരു ക്ഷണം ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല, തിരിച്ചു പോകണം. കുചേലൻ എണീറ്റ് ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് യാത്ര പറഞ്ഞു തിരിക്കാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ചോദിച്ചു, സുദാമ, ഇത്ര ദൂരം നീ എന്നെ കാണാൻ വന്നു, ഒന്നും കൊണ്ടുവന്നില്ലേ? അപ്പോഴാണ് അരയിലുള്ള അവൽക്കഴി ഓർമ്മയിൽ വന്നത്. ഈ കൊട്ടാരം കണ്ട് മണിമന്ദിരങ്ങളും രക്തസിംഹാസനങ്ങളും ആഭരണം നിറഞ്ഞ ഭൂഷണം നിറഞ്ഞ ഇത്രയും ഐശ്വര്യസമ്പന്നമായ ദ്വാരകാ നഗരി, കൊട്ടാരം, ഇതെല്ലാം കണ്ടിട്ട് ഈ അവൽ എങ്ങനെ കൃഷ്ണന് കൊടുക്കും? കുചേലൻ പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല കൃഷ്ണ. അപ്പൊ ഭഗവാൻ ചോദിച്ചു, കുചേല കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് കുചേലനെ പിടിച്ചു വലിച്ച് അരയിലുണ്ടായിരുന്ന അവൽ കിഴി ബലം പ്രയോഗിച്ചെടുത്ത് അതിലിരുന്ന് ഒരു പിടി അവലെടുത്ത് കഴിച്ചു. 2ാമത്തെ പിടിയെടുത്ത് അവൽ കഴിക്കാൻ പോയപ്പോ രുക്മിണി ദേവി വന്ന് പറഞ്ഞു, കൃഷ്ണ ഭഗവാനെ മതി, അങ്ങ് സർവസ്വം 7 തലമുറ കുചേലൻ ജീവിക്കാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി 2ാമത്തെ പിടിയും കൂടെ കഴിച്ചാൽ ഞാൻ ഈ കൊട്ടാരം വിട്ട് ആ കൊട്ടാരത്തിൽ പോയി താമസിക്കേണ്ടി വരും, മതി എന്ന് തടഞ്ഞു. പക്ഷെ കുചേലൻ പൈസ ചോദിച്ചില്ല. അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. കൃഷ്ണനെ കണ്ട സന്തോഷം മനസ്സ് നിറഞ്ഞ് കുചേലൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയെല്ലാം ഓർത്തു, ഞാൻ കൃഷ്ണൻ മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. ഭഗവാൻ എന്നെ സ്വീകരിച്ചു, എന്റെ പാദം കഴുകി, തന്റെ സിംഹാസനത്തിൽ എന്നെ പിടിച്ചിരുത്തി, പത്നിമാരുടെ തലയിൽ തന്റെ പാദം കഴുകിയ വെള്ളമെടുത്ത് തെളിച്ചു. കൃഷ്ണൻ എന്തുമാത്രം എന്നെ ഓർത്തിരിക്കുന്നു. കാഹം ബ്രഹ്മബന്ധു ദരിദ്ര പാപിയാം കാ കൃഷ്ണ ശ്രീനികേതനം. ഞാൻ ആരാ? അതപ്പതിച്ച ഒരു ബ്രാഹ്മണൻ, ബ്രഹ്മബന്ധു, ദരിദ്രൻ, പാപി. കൃഷ്ണൻ ആരാ? ലക്ഷ്മിപതി. എന്നിട്ടും എന്നെ ഇത്ര സ്വീകരിച്ചല്ലോ എന്ന് കീർത്തനവും ചൊല്ലി ചൊല്ലി കരഞ്ഞ് എത്തിയപ്പോ സുധാമപുരി എത്തി. തന്റെ വീട് കാണാനില്ല. അവിടെ ഒരു ഐശ്വര്യസമ്പന്നമായ കൊട്ടാരവും 100 കണക്കിൽ ജോലിക്കാരും എല്ലാവരും അവിടെ ഓടി നടക്കുന്നു. കുഞ്ഞുങ്ങൾ പട്ടുവസ്ത്രം ധരിച്ച് കളിക്കുന്നു. കുചേലൻ ചെന്ന് അവരെടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു ദരിദ്ര ബ്രാഹ്മണൻ സുധാമയുടെ വീടുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അപ്പോഴാ അവര് പറഞ്ഞത്, ഞങ്ങളെല്ലാം അങ്ങയുടെ ദാസനും ദാസിയ. അപ്പോൾ തന്നെ കുചേലന് മനസ്സിലായി, ഭഗവാനെ, എനിക്ക് എല്ലാവർക്കും അങ്ങ് കാരുണ്യം തരുമെങ്കിലും എനിക്ക് കാരുണ്യം പെട്ടെന്ന് ഒരു മഴ പെയ്തതുപോലെയാണ്. ചില സമയം അങ്ങനെ സംഭവിക്കാറുണ്ട്. നല്ല സൂര്യപ്രകാശം ഉണ്ടാകും, പ്രതീക്ഷിക്കാതെ നേരത്തിൽ മേഘം ഇരുട്ട് ഒരു ഭയങ്കരമായ മഴ പെയ്യും. അങ്ങനെയാണ് എനിക്ക് കാരുണ്യം തന്നത്. പെട്ടെന്നൊരു ഭയാനകമായ മഴ പെയ്യുന്നത് പോലെ എനിക്ക് എല്ലാം കിട്ടി. ഭഗവാനെ, എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അങ്ങയുടെ തൃപ്പാദം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ അങ്ങയുടെ തൃപ്പാദം മറക്കുമെങ്കിൽ എനിക്ക് ഈ ഐശ്വര്യം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മീതമുള്ള കാലം ഒരു താമരയൽ ഇല വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ ഇത്രയും ഐശ്വര്യം ഉണ്ടെങ്കിലും ഒന്നിനോടും മമതയില്ലാതെ
ഒരു എന്താ പറയാ, കൊപ്രത്തേങ്ങ ചിരട്ടയ്ക്കകത്തുള്ളത് പോലെ ആ തേങ്ങ ചിരട്ടയ്ക്കകത്ത് ഉണ്ടാകും, പക്ഷെ ഒട്ടാണ്ടിരിക്കും. അങ്ങനെ കുചേലൻ തന്റെ ജീവിതം കഴിച്ചു കുടിക്കും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ എന്ന ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഐശ്വര്യത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല. നിറഞ്ഞ് എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തരും. നമുക്ക് ജീവിതത്തിൽ പരാതി പറയേണ്ട കാര്യമില്ല. ആവലാതിയും വേവലാതിയും ഒന്നും തന്നെ നമുക്ക് വേണ്ട. വേനൽക്കാലവും മഴക്കാലവും മാറി മാറി വരുന്നത് പോലെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സുഖദുഃഖം മാറി മാറി വരും. പക്ഷെ ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാം വിജയകരമായിരിക്കും എന്ന് പറഞ്ഞ് ഈ ഒരു അധ്യായം നമ്മളിവിടെ അവസാനിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് കലാപരിപാടികളും ഡാൻസും എല്ലാം ഉണ്ട്. ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് ഇതിന് ശേഷം വീണ്ടും സത്സംഗം തുടങ്ങുന്നതായിരിക്കും. ശ്രീകൃഷ്ണ ചന്ദ്ര